കോൺഗ്രസ് ആണെങ്കിൽ വിഭാഗീയത ഉണ്ടെന്ന് പരസ്യമായി സമ്മതിക്കുകയും ഞങ്ങൾ ഗ്രൂപ്പ് യോഗം ചേർന്നപ്പോൾ എന്നൊക്കെ വേണമെങ്കിൽ മീഡിയയ്ക്ക് മുമ്പിൽ ബൈറ്റ് കൊടുക്കുകയും ചെയ്ത ആളുകളാണ്. പക്ഷേ BJP ഇത് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന, വിഭാഗീയത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം എന്ന മട്ടിൽ നിൽക്കുകയും എന്നാൽ വിഭാഗീയതയുടെ പേരിൽ അങ്ങനെ പരസ്യമായി പ്രതികരിക്കുകയോ എന്തെങ്കിലും ബഹളം വയ്ക്കുകയോ ചെയ്യാത്ത ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു കക്ഷിയാണ്. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വന്നത് വിഭാഗീയത ഇല്ലാതാക്കാനേ അല്ല. അതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്നിരിക്കുന്നത് ഈ പാർട്ടിക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാക്കി കൊടുക്കാനാണ്. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചതും രാജഗോപാൽ തിരുവനന്തപുരത്ത് നിയമസഭയിലേക്ക് ജയിച്ചതിനുമൊക്കെ അതൊരു BJPയുടെ വിജയമായി അവർ പോലും കണക്കാക്കുന്നില്ല. മറ്റു പല സാഹചര്യങ്ങളിലെയും പശ്ചാത്തലത്തിലാണ് BJP ആയി ഈ കേരളത്തിൽ വളരെ വലിയ RSSന് വേരുകളുള്ള ഒരു സംസ്ഥാനമായിട്ടും BJP ആയി നിന്ന് അവരുടെ കരുത്ത് തെളിയിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഈ കുറച്ച് കാലമായിട്ട് കുറച്ച് കാണുന്നുണ്ടെങ്കിലും ഇനി വരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം അടക്കമുള്ള നഗരസഭകൾ പിടിക്കണം, മുനിസിപ്പാലിറ്റികൾ പിടിക്കണം, കാര്യമായി ജില്ലാ പഞ്ചായത്തുകൾ, താഴെത്തട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളൊക്കെ വളരെ വലിയ പെർഫോമൻസ് കാണിക്കണം. ഇതുകൂടാതെ നിയമസഭയിൽ 5 മുതൽ 10 സീറ്റ് വരെയെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള കളം ഒരുങ്ങിയിട്ട് കുറേ കാലമായെന്നും പറയുന്നു. രാജീവ് ചന്ദ്രശേഖറിൻ്റെ മിഷൻ അതാണ്. പക്ഷേ അദ്ദേഹം പുറത്തു നിന്ന് നൂലിൽ കെട്ടിയിറങ്ങിയൊരു പ്രസിഡൻ്റാണ്. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഡ്രോബാക്ക്.